ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നു മൈ സ്റ്റാറ്റസ് ഇൻ അസാസിൻ ഒബെക്സ് എക്സിസ് ദ ഹീറോസിൻ്റെ എപ്പിസോഡ് നമ്പർ 8 ആണ്. ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ്. സോ എപ്പിസോഡിലേക്ക് പോവാം. തുടക്കത്തിൽ തന്നെ അക്കിര നിങ്ങൾ നല്ലോണം ആലോചിക്കുക എന്ന് പറഞ്ഞ ശേഷം പോയ മുതൽക്കായിരിക്കും കാണിക്കുക. നമ്മൾ അവനെ കൊണ്ടുപോകണം. ഒരുത്തൻ ഈയിടയ്ക്ക് ടൗണിൽ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്, പക്ഷേ എല്ലാ വർഷവും അതിലെ വിന്നറിനെ കാണാനാവും. അതിനിപ്പോൾ എന്താ, റൂമേഴ്സ് അനുസരിച്ച് അവർ ബ്ലാക്ക് മാർക്കറ്റിൽ വെച്ചാണ് കാണാതാവുന്നത്. ഒരുപാട് അഡ്വഞ്ചേഴ്സ് ഇത് തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്കിത് വിശ്വസിക്കാം. ഇത് ഉപയോഗിച്ച് നമ്മുടെ ഉപയോഗം അക്കിരിക്ക് പ്രൂവ് ചെയ്യാം. ഒന്നുമില്ലെങ്കിൽ ഇതൊരു വലിയ ഭാരമാണ്. ഇതാണ് നല്ല മാർഗം. പിന്നീട് ടൗണിൽ ഒരുത്തി അത് ചെയ്യാനുള്ള സമയമായി എന്ന് പറയും. പിന്നീട് സീന് കട്ടായി. പിന്നീട് അവരെല്ലാം ടൗണിലേക്ക് പോവും. ഇവിടെ അതിമനോഹരമാണ്, നല്ല ഫുഡൊക്കെ ഉണ്ടാവും. അക്കിര അമ്മയിലെ കുറിച്ച് എക്സൈറ്റഡ് ആണ്. പെട്ടെന്നായിരിക്കും രണ്ട് പെണ്ണുങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് അടിയുണ്ടാക്കുന്നത് കാണുക. അക്കിര എന്താണ് പ്രശ്നം? ഞാൻ ഡീമൺ ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അംഗീകരിക്കുന്നില്ല. അക്കിര നീ ഡീമണാണോ? അതെ, ഞാൻ ലാറ്റ്സനിൽ എന്നെ ലാറ്റി എന്ന് വിളിക്കാം. അക്കിര ചിന്തിക്കും, ഇവൾക്ക് അത്ര പവറൊന്നുമില്ലെന്ന് തോന്നുന്നു. അവൾ അക്കിരയോട് എനിക്ക് വേണ്ടി ഒന്ന് സംസാരിക്കുമോ? ഞാനിവിടെ ഒരു മത്സരത്തിൻ്റെ ഭാഗമായാണ് വന്നത്. അമേലി വന്ന് അവർ രണ്ടുപേരെയും പിടിച്ചു മാറ്റും. മറ്റവൾ ഞങ്ങൾക്ക് ചില ഐഡൻറ്റിഫിക്കേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അമേലി ഒരു ലോക്കറ്റ് എടുത്തു കാണിക്കും. അത് കണ്ട് അവൾ ഷോക്കാവും. ഇപ്പോൾ ശരിയാക്കാം. അമേലിയ അക്കിര നീ എന്താ മറ്റൊരു പെണ്ണുമായി നിൽക്കുന്നേ? ലാറ്റി ചൂടായി. ഹ്യൂമൻസിനും മെൽസിനും എൻട്രി ഉണ്ട് ഇവിടെ, പക്ഷേ ഡീമൺസിന് മാത്രമില്ല. അതെന്താ? അതങ്ങനെ ഓരോന്ന് പറഞ്ഞ് അടിയുണ്ടാകും. അമേലിയ നീ അങ്ങനെ പെണ്ണുങ്ങളുമായി സംസാരിക്കേണ്ട, ഞങ്ങൾ അവളെ കൂട്ടിക്കോളാം. അങ്ങനെയാണെങ്കിൽ പ്രിൻസസിൻ്റെ റിസ്കിലായിരിക്കും അവൾ വരിക. ലാറ്റി അത് കേട്ട് നന്ദിയുണ്ട്. അപ്പോഴായിരിക്കും അവൾ നൈറ്റിനെ കാണുക. അക്കിര നിങ്ങൾക്ക് നേരത്തെ അറിയുമോ? നിങ്ങൾ ഒരേപോലെയുള്ള ഡീമൺസ് അല്ലേ? മാസ്റ്റർ, ഞാൻ അതിനെക്കുറിച്ച് പിന്നീട് പറയാം. അവൾ അത്ര സമയമില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് ഇതിൽ കടക്കണം. അമേലിയും അത് കേട്ട് ചാർജ് ആവും. പിന്നീട് ലാറ്റി ടൗണിൽ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഈ മത്സരത്തിൽ പങ്കെടുക്കാനാണ്. എല്ലാവരും എനിക്ക് വേണ്ടി വോട്ട് ചെയ്യണം. അവളിൽ നിന്നിട്ട് ഒരാളുടെ ഡ്രസ്സിൽ പോയി ഇതെൻ്റെ ഓട്ടോഗ്രാഫാണ്. ലെജൻഡ്സ് ഹീറോസിൻ്റെ ഭാഷയിലാണ് ഞാൻ ഇത് എഴുതിയത്. എല്ലാവരും വാ, എന്നിട്ട് ലൈനിൽ നിൽക്ക്, എൻ്റെ ഓട്ടോഗ്രാഫ് തരാം. അക്കിര ആരാണ് ഈ ഡീമൺ? അത് ലേഡി ലൈറ്റ്സനിലാണ്, ഒരു യുണീക്കായിട്ടുള്ള ഡീമൺ. അമേലിയ എന്തായാലും അവൾ എന്നേക്കാൾ യുണീക്കാണ്. അപ്പോഴായിരിക്കും രണ്ട് പെണ്ണുങ്ങൾ അക്കിര നോക്കുന്നത് കണ്ട് ബ്ലഷായി ഓടുക. അക്കിര അവരെന്താ പറയുന്നേ? നീ അറിയില്ലേ, നീ ഫേമസ് ആണ്. നീ നിൻ്റെ ഡാർക്ക് മാജിക് കൊണ്ട് മോൺസ്റ്റേഴ്സിനെ കൊന്നു, ഈ സിറ്റി പഴയതുപോലെയാക്കി എന്ന് ക്രോ പറയും. അക്കിര ഞാനത് ഓർക്കണമായിരുന്നു. ഐറ്റ്നസ് നിന്നെ സൈലൻറ്റ് അസാസിൻ എന്നാണ് വിളിക്കുന്നത്. അത് സ്പ്രെഡ് ആയിട്ടുള്ളൂ. അക്കിര അത് കേട്ട് അവിടെയിരിക്കും. ക്രോ അഡ്വഞ്ചേഴ്സ് ഗിൽഡ് നിനക്ക് തന്നതാണ്. നീ ഒരു യെല്ലോ റാങ്കിലേക്ക് പ്രൊമോട്ടായി. അതിനുള്ള സ്പെഷ്യൽ റിവാർഡ്. അമേലിയ ഞാൻ സിൽവർ റാങ്കാണ്. അത് ഇതിനേക്കാൾ മുകളിലല്ലേ? കിൽക്ക ഗോൾഡ് റാങ്കിലാണ്. അവൾക്കല്ലാതെ 3 പേർക്ക് മാത്രമാണ് ഈ ലോകത്ത് ഗോൾഡ് റാങ്ക് ഉള്ളത്. മറ്റവർ അക്കിര അത് നല്ലതാണ്, നമ്മളെല്ലാവരും യെല്ലോ റാങ്കിലാണ്. അപ്പോൾ ലാറ്റി അമേലിയ ഒരു പുതിയ ഡിഷ് കിട്ടിയിട്ടുണ്ട്, വേഗം വാ. അമേലിയ ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു പോവും. മറ്റവരും അവിടെ നമ്മൾക്ക് എന്തെങ്കിലും ഗെയിമിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞു പോവും. അക്കിര നൈറ്റിനോട് അമേലിയെ നോക്ക്. നൈറ്റ് എന്നിട്ട് പോകുമ്പോൾ ആളുകൾ നൈറ്റിനെ കണ്ട് പേടിച്ച് വഴിമാറി കൊടുക്കും. ക്രോ ഈ ട്രിപ്പ് 2 ദിവസം പേടിക്കും. അക്കിര എനിക്കറിയില്ല നീ എന്തിനാണ് എന്നോട് വന്നതെന്ന്. നീ ഇതിനു മുമ്പ് ഇതേപോലെയുള്ള ഫെസ്റ്റിവൽസ് കണ്ടിട്ടില്ലേ? നിനക്കറിയാലോ എനിക്കൊരു സിസ്റ്ററുള്ള കാര്യം. അതെ, അവളുടെ ആഗ്രഹം കൊണ്ടാണ് ഞാൻ റിവഞ്ച് ചെയ്യാത്തത്. എനിക്ക് എൻ്റെ ഒരുപാട് പവർ ഇതിനകം തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എൻ്റെ അനിയത്തിയെ കൊന്നവൻ സ്ട്രോങ് ആണ്. അവനെ കൊല്ലുന്നത് സിമ്പിളല്ല. അവൻ ഗ്രാം ക്ലസ്റ്റർ. ആ പേര് കേട്ട് അക്കിര ഒന്ന് ഷോക്കാവും. അവൻ ഈ പേര് ഇതിനു മുമ്പ് കേട്ടിരുന്നു. നീ ചിന്തിച്ചിരുന്നോ നിങ്ങൾ ഈ രാജ്യത്തിൽ കയറിയപ്പോൾ അവർ എന്തിനാണ് അമേലിയെ ടാർഗറ്റ് ചെയ്തതെന്ന്? നിങ്ങൾ എന്താ പറയുന്നത്? അവൻ വരുന്നവരുടെ ലിസ്റ്റൊക്കെ ചെക്ക് ചെയ്യാനുള്ള പവറും ഇൻഫ്ലുവൻസും ഉണ്ട്. നിനക്കത് ഉറപ്പിക്കാം. ഞാൻ മാത്രമായിരുന്നു ലിയുടെ സ്റ്റെഫ്. എന്താണ് അവർ ചെയ്തത്? ഒരു മാജിക് ക്രിസ്റ്റൽ തേടിയാണ് അവർ നടക്കുന്നത്. നിങ്ങൾ ഡേഞ്ചറിലാണ്. നന്ദിയുണ്ട്, നിങ്ങളാണ് ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചത്. പക്ഷേ ഇപ്പോഴെന്താ നിങ്ങൾ വന്നേ? ഞാൻ ഇത് നിന്നോട് പറയാനാണ് വന്നത്. നിന്നെ ജീവൻ രക്ഷിച്ചത് ഞാനാണ്. അതുകൊണ്ട് നീ എനിക്കൊരു ഫേവർ ചെയ്യണം. എന്നിട്ട് അവൻ എന്തൊക്കെയോ പറയും. അതെന്താണെന്ന് കാണിക്കില്ല. അത് കേട്ട് അക്കിര ഷോക്കാവും. എനിക്കറിയാം നിനക്ക് ഇപ്പോൾ നല്ല റെസ്പോൺസ് ഉണ്ടെന്ന്, പക്ഷേ ഞാനത് വീണ്ടും വീണ്ടും പറയും. അപ്പോഴായിരിക്കും ജിലിസ് അവിടെ വന്ന് അവരെ വിളിക്കുക. എല്ലാവരുടെയും ഫേവറാണല്ലേ നിങ്ങൾ പറഞ്ഞത്? അതിനെന്താ, നിൻ്റെ ജീവൻ രക്ഷിച്ചത് ഞാനാണ്. അതുകൊണ്ട് നീ ഇത് ചെയ്യണം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവും. പിന്നീട് ഒരു മത്സരം നടക്കുന്ന സ്ഥലമായിരിക്കും കാണിക്കുക. അവിടെ ഒരു പെണ്ണിൻ്റെ സൗന്ദര്യം കണ്ട് ഇവൾ ഇത്രയും സുന്ദരിയായിരുന്നു. ക്രോയുടെ നെയിം ഹോൾ ബോക്സ്. സുഖാസ്, അക്കിര നീ ഇപ്പോൾ ഒരുപാട് ഫേമസ് ആണ്, പക്ഷേ അക്കിര അതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. നൈറ്റ് മാസ്റ്റർ അമേലിയാണ് അടുത്ത കണ്ടസ്റ്റൻറ്റ്. അവർ ഇത് കേട്ട് ഒരു സ്ട്രീം പോലെ അടുത്ത് നിന്ന് കാണുന്നുണ്ടാവും. അപ്പോഴായിരിക്കും അവിടേക്ക് അമേലിയ വരിക. അക്കിര അവൾ കണ്ട് അവൾ ഒരുപാട് സുന്ദരിയാണ്.
നൈറ്റ് അവൾക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം അവൾ ചെയ്തിട്ടുണ്ട്. ആങ്കർ അടുത്തത് നമ്മുടെ ലാസ്റ്റ് കണ്ടസ്റ്റൻ്റ് ആണ് ലാറ്റി എന്നിട്ട് ഒരു കോട്ടൊക്കെ ഇട്ട് വന്ന് സ്റ്റേജ് എന്തൊക്കെയോ സാധനം വെക്കും. അക്കിരി ഇവളെന്താ ചെയ്യുന്നത്? അവൾ എന്നിട്ട് കോട്ടൊക്കെ വലിച്ചു ചാടി ഞാൻ ലാറ്റി എല്ലാവരും എനിക്ക് വേണ്ടി വോട്ട് ചെയ്യൂ. ഇത് കേട്ട് അക്കിര നൈറ്റ് ഞാൻ നിന്നോട് ഒന്നുകൂടി ചോദിക്കാം, ഇവൾ ശരിക്കും ഡീമൺ തന്നെയാണോ? അവളെ മനസ്സിലാക്കാൻ കുറച്ച് പാടാണ്. പിന്നീട് ആങ്കർ അവിടെ നടന്ന മത്സരത്തിലെ വിന്നറിനെ പ്രഖ്യാപിക്കും. അത് വേറെ ആരുമല്ല, അമേലിയയും ലാറ്റിയുമായിരിക്കും. ഇതാദ്യമായാണ് ഈ മത്സരം ടൈലാവുന്നത്. പിന്നീട് ഇവരെല്ലാം ഒരു സ്ഥലത്തിരുന്ന് സംസാരിക്കും. അക്കിര, നീ അമേലിയയുമായി ടൈ ആയപ്പോൾ നീ അത് തെളിയിച്ചു. ലാറ്റി, എന്ത് നീ പറയുന്നത്? നിനക്ക് എന്നിൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്നാണോ? ഒരിക്കലുമല്ല, എനിക്ക് എപ്പോഴും അമേലിയയായിരിക്കും ഇഷ്ടം. അത് കേട്ട് അമേലിയ ബ്ലഷ് ആവും. ലാറ്റി, അടുത്ത കൊല്ലത്തെ മത്സരത്തിൽ ഞാൻ എന്തായാലും ജയിക്കും. നമുക്ക് അടുത്ത കൊല്ലവും മത്സരിക്കണം. അമേലിയ അക്കിര സമ്മതിച്ചാൽ മാത്രം. ലാറ്റി, നിന്റെ അച്ഛൻ എന്ത് കരുതും? എനിക്ക് അതിനെക്കുറിച്ച് ഒരു പേടിയുമില്ല. ഞാൻ വീട്ടിൽ നിന്ന് ഫൈറ്റ് ഉണ്ടാക്കി ഓടി വന്നതാണ്. അക്കിര, അവൾ ശരിക്കും ആരാണ്? ഡീമൺ ലോർഡിൻ്റെ മകൾ. അതുകേട്ട് അവരെല്ലാം ഒരേപോലെ ഷോക്കാവും. ഇവരെ ആരോ നിരീക്ഷിക്കുന്നുണ്ടാവും. സർ ഗ്രാം, പറ, എന്താണ് ചെയ്യേണ്ടത്? ഇനിയും അവരെ തന്നെ നോക്കണോ? എനിക്ക് അവരെ പിടിച്ചൊരു ഡീൽ ചെയ്യണം, ഒരു നല്ല ഡീൽ. അവരെന്നിട്ട് അമേലിയെ നോട്ടമിടും. അക്കിര എന്നിട്ട് അവളുടെ സ്റ്റാറ്റസ് നോക്കും. അവളൊരു വാട്ടറും ഫയറും മാച്ചായിരിക്കും. അമേലിയ, ഇവൾ ശരിക്കും ഡീമൺ ലോർഡിൻ്റെ മകളാണോ? അക്കിര, നീ നിൻ്റെ വേൾഡ് ഉപയോഗിക്കുക, നമ്മൾക്ക് സംസാരിക്കാൻ. അവൾ അവളുടെ സ്ട്രെങ്ത് ജനങ്ങൾക്ക് മുമ്പിൽ മറച്ചു വെച്ചിരിക്കുകയാണ്. എനിക്കറിയാം, പക്ഷേ എന്ന് പറഞ്ഞ് അക്കിര എന്തൊക്കെയോ ആലോചിക്കും. അവിടേക്ക് ക്രോയും ജലസും വന്ന് നമുക്കൊരു അഡീഷണൽ റൂം കൂടി കിട്ടിയിട്ടുണ്ട്. ലാറ്റി, എനിക്ക് വേണ്ട, ഞാൻ ഇവിടെ നിൽക്കാം. നിന്റെ പേര് എന്താണ് എന്ന് അക്കിരയോട് ചോദിക്കും. ഓടാ അക്കിര, ഞാൻ അത് എപ്പോഴും ഓർത്ത് നിൽക്കും. പിന്നീട് അവൻ ഹോട്ടൽ എത്തും. ക്രോ, അക്കിര, ഞാൻ വിശ്വസിക്കുന്നു ഞാൻ പറയുന്നത് നീ മറക്കില്ലെന്ന്. ഇല്ല, ഇതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നു. അമേലിയ അക്കിരയുടെ കൈ പിടിച്ച്, നീ കുറച്ച് റെസ്റ്റ് എടുക്ക്. നീ കഴിഞ്ഞ 2 ദിവസമായി ഉറങ്ങിയിട്ടില്ല. അമേലിയ എന്നിട്ട് അവനെ റൂമിലേക്ക് കിടത്തും. അക്കിര, ഉറങ്ങിയിട്ടില്ലെങ്കിൽ സാരമില്ല, ഞാൻ നിന്നെ ഫോഴ്സ് ചെയ്ത് സേവ് ചെയ്യും. പിന്നീട് അമേലിയോട്, നിനക്കൊരു ഡാർക്ക് സൈഡ് ഉണ്ടല്ലേ? നീ എന്താണ് അക്കിരയോട് പറഞ്ഞത്? ഞാൻ അവന് കുറച്ച് വർക്ക് കൊടുത്തതാ. അല്ല, നീ അവനെ എന്തോ ഫോഴ്സ്ഫുള്ളി ചെയ്യിപ്പിക്കുന്നുണ്ട്. ഞാൻ കേട്ടു അവൻ ആ ഡീമണിനെ കൊന്നിട്ടില്ലെന്ന്. അമേലിയ അതുകൊണ്ട് ആരോമിനെ ഓർക്കും. നീ അക്കിരയുടെ ലൈഫിൽ ഇടപെടരുത്. ഞാൻ ഒന്നും അവനെ ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിക്കുന്നില്ല. അത് അവൻ എടുത്ത ഡിസിഷനാണ്. അവൻ നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് നോക്കുന്നത്, നിനക്കൊന്നും വരാതിരിക്കാനാണ് എന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് പോവും. പിന്നീട് രാവിലെ അവരെല്ലാം ടൗണിൽ പോവും. ലാറ്റി, അവനെവിടെ? അക്കിര നല്ല ക്ഷീണത്തിലായിരുന്നു. അവൻ ഉറങ്ങുകയായിരിക്കും. അവർ അവരുടെ പ്രൈസ് വാങ്ങാൻ പോവുകയായിരിക്കും. സുക്കാസ അവർ അവിടെ നിന്നായിരിക്കും ടാർഗറ്റ് ചെയ്യുക. അക്കിര വരാത്തത് എന്തായാലും നന്നായി. ആർക്കറിയാം ആ ഡീമൺ എന്താണ് ചിന്തിക്കുന്നതെന്ന്. നമ്മുടെ ഒരു കണ്ണ് അവളുടെ മേലെയും വേണം. പിന്നീട് അവർ ഒരു സ്ഥലത്ത് എത്തും. ഇതെന്ത് പൊട്ട സ്ഥലമാ, നമ്മൾക്ക് ഇതാണ് അയച്ചു തന്നത്. അവിടെ പെട്ടെന്ന് കുറച്ച് ആളുകൾ, ഞങ്ങൾക്ക് അമേലിയ വേണം. എന്തിന്? സർ ഗ്രാമിന് നിങ്ങളെ കാണണം. അവനാണ് ഇതെല്ലാം ചെയ്തത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ അവനെ കാണാൻ വരുമെന്ന് തോന്നുന്നുണ്ടോ? എന്നാൽ ഞങ്ങൾ ഫോഴ്സ്ഫുള്ളി അത് ചെയ്യേണ്ടി വരും. അപ്പോഴത്തേക്കും അമേലിയ അവർക്ക് നേരെ ഗ്രാവിറ്റി മാജിക് ഉപയോഗിക്കും. അവർ മുട്ടി കുത്തിപ്പോവും. അമേലിയ അവരുടെ അടുത്തേക്ക് നടന്നു വന്ന്, ഗ്രാം എന്നെ ഉപയോഗിച്ച് എന്താണ് പ്ലാൻ ചെയ്യുന്നത്? ഞങ്ങൾക്കത് അറിയില്ല. ഞങ്ങളോട് നിന്നെ കൊണ്ടുവരാനാണ് പറഞ്ഞത്. അമേലിയ, മര്യാദയ്ക്ക് ഞാൻ എന്താണെന്ന് പറഞ്ഞോ? വിന്നറിനെ പിടിച്ചു വിൽക്കും. അത് പണത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. ഓ, നിങ്ങൾ എന്നെ വിൽക്കാനാണല്ലേ പ്ലാൻ ചെയ്യുന്നത്? നീ നല്ലോണം ആലോചിക്ക്, നിനക്ക് മരിക്കണോ എന്ന്. ലാറ്റി ഓടി വന്ന് അമേലിയയെ പിടിച്ച്, അത് മതി, അവർ ക്രിമിനൽസ് ആണ്, പക്ഷേ അവരെ കൊല്ലരുത്. അവരാണ് നമ്മളെ ആദ്യം അറ്റാക്ക് ചെയ്തത്. ഇവർ വില്ലൻസ് ആണ്. ഇവർക്കും ഒരു സ്റ്റോറി ഉണ്ടാവും. നിനക്ക് അവരെ കൊല്ലണമെങ്കിൽ ആദ്യം എന്നെ കൊല്ലണം എന്ന് പറഞ്ഞ് അവർക്ക് മുമ്പിൽ നിൽക്കും. അക്കിര ഇത് കാണുന്നുണ്ടാവും. അവൾ മാജിക് ഉപയോഗിച്ച് എന്നെ ഉറക്കി. ചിലപ്പോൾ എൻ്റെ മൈൻഡ് അവളുടെ മാനയുമായി കണക്ട് ചെയ്തിട്ടുണ്ടാവണം. ലാറ്റി, ഞാൻ ഹീറോ ആകാൻ ട്രൈ ചെയ്യുകയാണ്. എനിക്ക് ജനങ്ങളെ രക്ഷിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. അക്കിര ചിന്തിക്കും, ഞാൻ ഒരിക്കലും അമേലിയ ആരെയും കൊല്ലുന്നത് കണ്ടിട്ടില്ല. അവളോടാണ് ഞാൻ താങ്ക്സ് പറയേണ്ടത്. അവൻ എന്നിട്ട് ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നതോടെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചാനൽ സബ്സ്ക്രൈബും ചെയ്തതാണ്. അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം കാണുന്നവരെ ബൈ ബൈ.